നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം, ആശങ്കകൾ പങ്കുവയ്ക്കാം. 0484283050 എന്ന നമ്പറിൽ നേരിട്ട് ഫോൺ വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് 4 അംഗ കുടുംബം ഒഴുക്കിൽപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട ഒരാളെ കണ്ടെത്തി. മറ്റുള്ളവർക്കായി ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ തുടരുകയാണ്. സൂരജ് സജി ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സൂരജ്, ഈ കണ്ടെത്തിയ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ കണ്ടെത്തിയ ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ചെറുതുരുത്തി പൈങ്കുളത്ത് ഈ 4 അംഗ കുടുംബം കുളിക്കാൻ ഇറങ്ങുന്നത്. 10 വയസ്സുള്ള സറ, അതോടൊപ്പം തന്നെ കബീർ, ഷാഹിന എന്നിവർ ഒരു കുടുംബമാണ്. അവരുടെ സഹോദരിയുടെ മകനാണ് ഈ സനു എന്ന് വിളിക്കുന്ന ഫുവാത്ത്. അങ്ങനെ ഈ 4 പേർ കുളിക്കാൻ ഇറങ്ങുന്നു. ഇതിനിടയിൽ കുട്ടികളിൽ ഒരാൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കബീറും ഷാഹിനയും അടക്കം ഈ 4 അംഗ കുടുംബം പിന്നീട് ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലും പിന്നീട് ചെറുതുരുത്തി ഫയർഫോഴ്സിന്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് നടത്തുന്നത്. ചെറുതുരുത്തി ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഷൊർണൂർ ഫയർഫോഴ്സും മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഈ 4 മണിക്കുണ്ടായ അപകടത്തിൽ ആദ്യഘട്ടത്തിൽ ആരെയും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഈ ഷാഹിനയെ അവിടെ നിന്ന് കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഷാഹിനയുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഈ സറയ്ക്കും 10 വയസ്സുള്ള സറ എന്ന കുട്ടിക്ക് വേണ്ടിയും കബീറിനും അതോടൊപ്പം തന്നെ ഫുവാത്ത് എന്ന കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലും നിലവിൽ ഊർജിതമായി തുടരുകയാണ്. ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് നിലവിൽ ഈ ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. സമീപത്തെ ബന്ധുവീട്ടിൽ, അതായത് ഈ ഫുവാത്തിന്റെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു ഈ കുടുംബം. അതിനിടയിലാണ് ഇന്ന് 4 മണിയോടുകൂടി ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തുന്നതും പിന്നീട് അപകടത്തിൽപ്പെടുന്നതും. ചെറുതുരുത്തി സ്വദേശികൾ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട 4 പേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. 3 പേർക്കായി ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. കണ്ടെത്തിയ ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ചെറുതുരുത്തിയിലാണ് ഇത്തരത്തിൽ കുളിക്കാനിറങ്ങിയ സംഘം ഒഴുക്കിൽ പെട്ടത്. സലിമാലിക്ക് ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. വിതുര ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഗോപകുമാർ, വിൻഡോ എന്നിവർക്ക് വാഹനമിടിച്ച് ഗുരുതര പരിക്ക്. വിതുര ചേനമ്പാറ ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകും വഴി വരെ കാറിടിക്കുകയായിരുന്നു എന്നാണ് സലിമാലിക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. 3 വർഷം മുൻപ് നെയ്യാറ്റിൻകരയിലെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന മെഗാ തിരുവാതിരയിൽ പിണറായി സ്തുതി നടന്നിരുന്നു. അന്ന് അത് ഏറെ ചർച്ചയായി. പിന്നെ പി ജയരാജനെ പറ്റി ഒരു ഗാനം പുറത്തു വന്നത് CPIM-ൽ വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി ഒരു വാഴ്ത്തുപാട്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിൽ ഗാനത്തിന്റെ അകമ്പടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിയതും മടങ്ങിയതും. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല എന്നാണ് ഈ ഗാനത്തിന്റെ രചയിതാവ് പൂവത്തൂർ ചിത്രസേനൻ 24-നോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വാഴ്ത്തുപാട്ട് പാടില്ല. സ്തുതിഗീതം വിവാദമായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ തീരുമാനം ഇതായിരുന്നു. ഊറ്റുകുഴിയിലെ KSCA സുവർണ ജൂബിലി മന്ദിരത്തിന്റെ നാട മുഖ്യമന്ത്രി മുറിക്കുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുയോഗ വേദിയിൽ 100 ജീവനക്കാർ ചേർന്ന് ഗാനം ആലപിക്കും. അവിടെ നാടമുറി, ഇവിടെ വാഴ്ത്തുപാട്ട്. എന്നാൽ നടന്നത് മറ്റൊന്ന്. മുഖ്യമന്ത്രി പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയതു തന്നെ സ്തുതിഗീതത്തിന്റെ അകമ്പടിയിൽ. ഗാനത്തിന്റെ അകമ്പടിയിൽ വേദിയിലെത്തിയ മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലിരുന്നപ്പോഴും ഗാനം തുടർന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ വാഴ്ത്തുപാട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി മടങ്ങുമ്പോഴും പശ്ചാത്തലത്തിൽ സ്തുതിഗീതം മുഴങ്ങി.
ആവേശഭരിതനായാണ് താൻ വരികൾ എഴുതിയതെന്ന് ഗാനരചയിതാവ് പൂവത്തൂർ ചിത്രസേനൻ. അദ്ദേഹത്തിൻ്റെ ജീവിത ആദർശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം സമഗ്രമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ ഇങ്ങനെ വരികയാണ്. സ്വാഗതഗാനത്തിൽ മുഖ്യമന്ത്രിയുടെ പേരുച്ചരിച്ചതിൽ ഇത്ര അസഹിഷ്ണുത എന്തിനെന്നായിരുന്നു CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ ചോദ്യം. സ്തുതിഗീതം സംഘടനാ തീരുമാനമായിരുന്നുവെന്ന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികളും വ്യക്തമാക്കി. കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൊൻ കതിരല്ലോ. 2017 P ജയരാജനെ പുകഴ്ത്തി പുറത്തിറക്കിയ സംഗീത ആൽബത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ചോദ്യം, സ്തുതിഗീതത്തിൽ CPIM-നുള്ളിൽ പിണറായി വിജയനും P ജയരാജനും രണ്ട് നീതിയോ? അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ നെയ്യാറ്റിൻകരയിലെ ആ വിവാദ സംഭവത്തിലേക്ക് പോകുന്നു. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി ശ്വാസം മുട്ടി മരിച്ചതാണോ എന്ന സംശയത്തിൽ പോലീസ്. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശമുണ്ടോ എന്ന് ഉറപ്പിക്കണം എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെ അടക്കം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു സ്വാഭാവിക മരണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാറായിട്ടില്ല, രാസപരിശോധനാ ഫലം വരണം അതിനുവേണ്ടിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയിരുന്നുവല്ലോ. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് നിലയ്ക്കാണ് ഷഫീദ്? അതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ വൻ പോലീസ് സുരക്ഷയിലായിരുന്നു നെയ്യാറ്റിൻകരയിലെ കല്ലറയിൽ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം. രണ്ടിലും ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ ക്ഷതങ്ങളോ കണ്ടെത്തിയില്ല. മരണകാരണം സംബന്ധിച്ച് നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നും ആന്തരിക അവയവ പരിശോധനാ ഫലം കിട്ടിയാലേ വ്യക്തതയുണ്ടാകൂ എന്നും ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. പ്രാഥമിക നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യും, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും. അത് എത്ര ദിവസം അറിയില്ല. അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും. മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകില്ല. മൃതദേഹം ഇന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ മതാചാര പ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും കുടുംബം അറിയിച്ചു. ഈ സമാധി ആയതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ലറ പൊളിച്ച് മൃതദേഹം ഇന്ന് രാവിലെ പുറത്തെടുക്കുമ്പോൾ അരഭാഗം വരെ അഴുകിയ നിലയിലായിരുന്നു. വായിലും ശരീരത്തിന്റെ പകുതി ഭാഗം വരെയും ഭസ്മം കൊണ്ട് മൂടിയിരുന്നു. ചമ്മം പൊട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു, കർപ്പൂരിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. കഴുത്ത് വരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുകയായിരിക്കും. പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി, എക്സ്റേ പരിശോധനകൾ നടത്തിയെങ്കിലും ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഒരാഴ്ച കൂടി സമയമെടുക്കും. അവശനിലയിൽ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സമാധി സ്ഥലത്തെത്തി, എവിടെ വെച്ച് മരിച്ചു എന്നതടക്കമുള്ള മക്കളുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലർ ഈ പ്രശ്നത്തിൻ്റെ മറവിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാരെ പൊതുസമൂഹം തിരിച്ചറിയണം, അവരെ അകറ്റി നിർത്തണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ചെറുതുരുത്തി പൈങ്കുളത്ത് 4 അംഗ കുടുംബം ഒഴുക്കിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് ഈ ഒഴുക്കിൽപ്പെട്ടത്. സൂരജ് സജ്ജ് ചേരുന്നുണ്ട്. സൂരജ്, ഒരാളുടെ മരണം വരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 അംഗ കുടുംബം ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ കണ്ടെത്തിയ ചെറുതുരുത്തി സ്വദേശിനി ഷാഹിന മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷാഹിനയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷാഹിനയുടെ ഭർത്താവ് കബീർ, അതോടൊപ്പം തന്നെ ഷാഹിനയുടെ 10 വയസ്സുള്ള മകൾ സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ ഫുവാത്തിന്റെ വീട്ടിലെത്തിയ ഈ 3 അംഗ കുടുംബവും കൂടി ചേർന്ന് 4 പേർ ഈ ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതും പിന്നീട് ഒഴുക്കിൽപ്പെടുന്നതും. 4 മണിക്ക് ശേഷമാണ് ഈ അപകടം നടന്നത്. ഇതിനുശേഷം ഇവരെ കണ്ടെത്താനായില്ല. ഇനി 3 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നിലവിൽ ഈ ഷാഹിനയുടെ മൃതദേഹം ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഉന്മേഷ്, സൂരജ്, ഈ 3 പേരെ കൂടിയാണല്ലോ കണ്ടെത്താനുള്ളത്. ഇപ്പോൾ ഈ എവിടെ നിന്നാണ് ഷാഹിനയുടെ ഈ
ശരീരം നേരത്തെ കണ്ടെടുത്തത്? ഏത് മേഖലയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത് സൂരജ്? ഉന്മേഷ്, ഇവരെ കുളിക്കാൻ ഇറങ്ങിയ ഇടത്തു നിന്ന് അല്പം മാറിയാണ് ഈ ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മേഖല എന്ന് പറയുന്നത് ഈ ചെറിയ പാറക്കെട്ടുകൾ അടക്കമുള്ള നല്ല കുഴികളുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നാണ് ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ കുളിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ബാക്കി 3 പേരും ഒഴുക്കിൽപ്പെട്ട ഈ ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നിലവിൽ ഈ ഫയർഫോഴ്സിന്റെ അടക്കം നിഗമനം. അതുകൊണ്ട് തന്നെ ഇവർ കുളിക്കാൻ ഇറങ്ങിയ ഇടത്ത് നിന്ന് ദൂര മേഖലയിലേക്ക് മാറിക്കൊണ്ട് ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. നല്ല ഒഴുക്കായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നെന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പാറക്കെട്ടുകളായതിനാൽ ഈ ആഴം ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ഈ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഷാഹിനയും ഖബീറും അപകടത്തിൽപ്പെടുന്നത്. ഇനി ഇതിൽ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാത്തിനെ കണ്ടെത്താനുണ്ട്. ഷാഹിനയുടെ മകൾ 10 വയസ്സുള്ള സറയെ കണ്ടെത്താനുണ്ട്. ഷാഹിനയുടെ ഭർത്താവ് കബീർ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ഈ ഷാഹിനയുടെ സഹോദരിയുടെ വീട്ടിൽ എത്തിയതായിരുന്നു ഇവർ. അതിനുശേഷം സഹോദരിയുടെ മകനെയും കൂട്ടിയാണ് വൈകുന്നേരം ഈ 4 അംഗ സംഘം ഈ ഭാരതപ്പുഴയിൽ കുളിക്കാൻ എത്തുന്നത്. പക്ഷേ ഇവിടെ വച്ച് ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയും പിന്നീട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 4 അംഗ സംഘവും അപകടത്തിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരാണ് ഈ ഷാഹിനയുടെ ആദ്യം കണ്ടെത്തുന്നത്. ഈ അല്പം ദൂരം മാറി ഷാഹിനയെ കണ്ടെത്തുന്നു. പക്ഷേ ഷാഹിനയെ പുറത്തെത്തിച്ച് ഈ ചേലക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നുവെന്ന ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇനി ഒഴുക്കിൽപ്പെട്ട 3 പേരെ കൂടി കണ്ടെത്താനുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഈ ചെറുതുരുത്തിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒഴുക്കിൽപ്പെട്ട 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ചെറുതുരുത്തിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ഭാരതപ്പുഴയിൽ നടക്കുകയും ചെയ്യുകയാണ് ഉന്മേഷ്. ശരി സൂരജ്, ഒഴുക്കിൽപ്പെട്ട് 4 പേരെ കാണാതായി, ഒരാളെ കണ്ടെത്തി. ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിക്കുന്നു. 3 പേർക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്നാണ് സൂരജ് അറിയിക്കുന്നത്. സാജു കെ ഡാനിയൽ ചോദിക്കുന്നത്, 4 അംഗ കുടുംബം മുങ്ങിപ്പോയത് എങ്ങനെ പൊതുജനം കഴുതിയല്ല എന്ന് പറയാൻ പര്യാപ്തമായ വിഷയമാകും. പ്രോഗ്രാമുകൾ വെറും തട്ടിക്കൂട്ടലുകളാക്കുകയാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അങ്ങനെ ഒരു സംശയം വേണ്ട. പൊതുജന താല്പര്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമല്ലോ. ആ നിലയ്ക്കാണ് ആ വാർത്തയിലേക്ക് കയറിയതും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയതും. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥരും കാര്യമായ പണിയൊന്നും എടുക്കാതെ ശമ്പളം വാങ്ങുന്നവരാണ് എന്നൊരു റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നു. ഇത് സർവകലാശാലയിൽ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലാണ്. മണ്ണുത്തിയിലെ സർവകലാശാല ആസ്ഥാനത്തെ 72 ഉദ്യോഗസ്ഥർ ദിവസം ഒരു ഫയലിൽ താഴെ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്തെ പ്രധാന സർവകലാശാലകളിലൊന്നാണ് കേരള കാർഷിക സർവകലാശാല. ഈ സർവകലാശാലയുടെ ആസ്ഥാനത്താണ് കെടുകാര്യസ്ഥതയുടെ നേർസാക്ഷ്യമെന്നോണം ജീവനക്കാർ കാര്യമായ പണിയൊന്നും ചെയ്യാതെ ശമ്പളം വാങ്ങുന്നത്. തമിഴ്നാട്ടിലെ ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ ഇ ബാലഗുരുസ്വാമിയുടെ അധ്യക്ഷനായ 6 അംഗ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത്. കേട്ടാൽ ആരും ഞെട്ടിപ്പോകുന്ന കണ്ടെത്തലുകളാണ് കാർഷിക സർവകലാശാലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുള്ളത്. സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരിൽ 77 പേർ ഒരു ദിവസം ഒരു ഫയൽ താഴെ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഫയൽ താഴെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. മിക്കപ്പോഴും പണിയൊന്നുമില്ലാതിരിക്കുന്നു എന്ന് തന്നെ അർത്ഥം. തീർന്നില്ല, ബാക്കി വരുന്നവരിൽ 42 ഉദ്യോഗസ്ഥർ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നത് കഷ്ടി 1-2 ഫയൽ മാത്രം. പിന്നെയുള്ള 57 ഉദ്യോഗസ്ഥരുടെ സ്ഥിതിയും വലിയ മെച്ചമൊന്നുമല്ല. ദിവസവും 2-3 ഫയൽ കൈകാര്യം ചെയ്യാൻ കിട്ടും. അതായത് സർവകലാശാല ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന 176 ജീവനക്കാർ വലിയ പണിയൊന്നും എടുക്കാതെ ശമ്പളം വാങ്ങുന്നു. സർവകലാശാല ആസ്ഥാനത്തുള്ള 3-2 ജീവനക്കാരും അധികമാണെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പറയുന്നത്. എല്ലാം ഡിജിറ്റലായ ഈ കാലത്ത് ടൈപ്പിസ്റ്റ് തസ്തികയും സർവകലാശാലയിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം ഇനി മുതൽ ജോലി മികവ് വിലയിരുത്തിയേ നൽകാവൂവെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കാർഷിക സർവകലാശാല ആസ്ഥാനത്തെ ജീവനക്കാർ വെറുതെ ഇരുന്ന് ശമ്പളം പറ്റുന്നതിൽ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിനും അതിൽ വീഴ്ചയുണ്ട്. കാർഷിക സർവകലാശാലയിൽ നിന്ന് വെറ്ററിനറി സർവകലാശാലയും ഫിഷറീസ് സർവകലാശാലയും ഉണ്ടായപ്പോൾ ആവശ്യം കണക്കാക്കിയല്ല ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചത്. ഇപ്പോഴുള്ള ജീവനക്കാരെ യഥാവിധി പുനർവിന്യസിച്ചാൽ വെറുതെ ശമ്പളം നൽകുന്നത് ഒഴിവാക്കാൻ കഴിയും. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ ആ മുങ്ങിമരണ വാർത്ത നമ്മൾ നൽകിയിരുന്നു. ദിലീപ് PC പറയുന്നത്, റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് പോലെ തന്നെ മുങ്ങിമരണങ്ങളും വർദ്ധിക്കുകയാണ്. റോഡിൽ ജീവൻ പൊലിയുമ്പോൾ MVD രംഗത്ത് വരും. മുങ്ങിമരണം ഒഴിവാക്കുന്നതിന് നിർദ്ദേശം നൽകാൻ ഏത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നമ്മളാണ് ഇനി പോകുന്നത് വയനാട് പുൽപ്പള്ളിയിലേക്കാണ്.
പുൽപ്പള്ളിയിലെ കടുവയ്ക്ക് ഇതുവരെ ഇരയായത് 5 ആടുകളാണ്. 10 ദിവസമായി പുൽപ്പള്ളിക്കാരുടെ സമാധാനം കെടുത്തുന്ന കടുവ ഇപ്പോഴും വനംവകുപ്പിന്റെ റഡാറിന് പുറത്താണ്. ഇന്നലെ രാത്രിയും തിരച്ചിൽ കാര്യമായി നടന്നു. എന്നിട്ടും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. കാടും നാടും ഇളക്കി തിരച്ചിൽ നടക്കുന്നുണ്ട്. തോക്കുമായി നടക്കുന്നുണ്ട് വനംവകുപ്പുകാർ. മറുഭാഗത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട്. പക്ഷേ കടുവ എവിടെയെന്ന് കടുവയ്ക്ക് മാത്രമേ അറിയൂ. അമരക്കുനിയിൽ ആടിനെ പിടിച്ചത് 7-ാം തീയതി. 9-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതിയും വേട്ടയുണ്ടായി. കടുവയ്ക്ക് ഇരയായത് 5 ആടുകൾ. ഇതിനിടെ വനം വകുപ്പിന്റെ ഡ്രോൺ പരിശോധനയിൽ കടുവയെ കാണാനായി. കഴിഞ്ഞ ദിവസം ആടിക്കൊല്ലിയിലെ പീറ്ററിന്റെയും ഭാര്യയുടെയും കൺവെട്ടത്തുകൂടി കടുവ കടന്നുപോയി. ഇതാണ് അവസാന കാഴ്ച. ഇന്നലെ രാത്രി മുതൽ കടുവ വനം വകുപ്പിന് കണ്ടെത്താൻ കഴിയാത്ത വിധം മറവിൽ ഒളിച്ചു നിൽക്കുകയാണ്. രാത്രിയിൽ ഡ്രോൺ പറത്തി നൈറ്റ് പെട്രോളിംഗും ഉണ്ടായി. കടുവ കാണാമറയത്ത് തന്നെ. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിലവിൽ കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങൾ എന്ന് നമ്മൾ അനുമാനിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ടൈഗറിൻ്റെ പ്രസൻസ് ലഭിച്ചിട്ടില്ല. അമരക്കുനി ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ആ ഭാഗത്തും തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണമൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. തോട്ടങ്ങളിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് സംഘം തൂപ്രയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവ വീഴുമെന്ന പ്രതീക്ഷയുണ്ട് വനം വകുപ്പിന്. കടുവ ആക്രമിച്ചു കൊന്ന 5 ആടുകളുടെ നഷ്ടപരിഹാരം DFO അജിത് കെ രാമൻ വീടുകളിലെത്തി കൈമാറി. വനം വകുപ്പിനെതിരെ ഒരു ഭാഗത്ത് പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. $144 പ്രഖ്യാപിച്ച് ജനങ്ങളെയൊക്കെ വീട്ടിലാക്കിയിട്ട് കടുവയ്ക്ക് സംരക്ഷണം കൊടുക്കുക. കടുവയെ വളഞ്ഞു വെച്ചിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെ പിടിക്കുന്നില്ല, അതിനെ തുരത്തുന്നില്ല. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? മാർച്ചിന് ശേഷം ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഡോക്ടർ അരുൺ സക്കറിയ വന്നു. കോന്നി സുരേന്ദ്രനും വിക്രമും വന്നു. RRT വന്നു. വെറ്റിനറി ടീം വന്നു. പക്ഷേ കടുവ മാത്രം മുന്നിലെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനും കഴിയുന്നില്ല. ആശങ്കയുണ്ട് നാട്ടുകാർക്ക്. മറുഭാഗത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എബ്രഹാം തോമസ് ചോദിക്കുന്നത് കടുവയ്ക്കാണോ കാവൽ നിൽക്കുന്നത് അതോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. വനംവകുപ്പ് കടുവയെ പിടികൂടാൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കടുവ കൂട്ടിലാകുന്നില്ല. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഞങ്ങൾക്ക് പശുവിനെ കറന്ന് പാല് കൊണ്ട് കൊടുക്കാനോ കുട്ടികളെ സ്കൂളിൽ വിടാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ ഭീതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു നിലപാടാണുള്ളത്. വനം വകുപ്പ് വേണ്ടത്ര ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഏകോപനം നടത്തുകയും ആ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് കടുവയെ പിടികൂടി അതിനെ അവിടെ നിന്ന് മാറ്റുന്നതിനാവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഫോറസ്റ്റുകാരായിരുന്നു ശരിക്കും വലിയ നീക്കങ്ങളൊന്നുമില്ല. കാരണം അവർ കഴിഞ്ഞ ദിവസം നേരിട്ട് കടുവയെ കണ്ടിട്ട് പോലും ഒരു മയക്കുവെടി വയ്ക്കാനുള്ള ഒരു സാഹചര്യം അവരൊന്നും ഉണ്ടായിട്ടില്ല. പല ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ എത്ര പേര് കൃഷിയിടങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോകേണ്ടതാണ്. അവർക്കൊക്കെ ഭയങ്കരമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നീക്കിത്തരണം. അതിനാണ് സർക്കാർ നമ്മളോട് ചെയ്യേണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തീർത്തും നിസ്സംഗതയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചു. ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ രാവിലെ പാല് കറക്കാൻ പോകുന്ന പാല് പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് പാല് കറക്കാൻ പുറത്തിറങ്ങാൻ കഴിയില്ല. റബ്ബർ ടാപ്പ് ചെയ്യാൻ പുറത്തിറങ്ങാൻ കഴിയില്ല. കൃഷിക്കാർക്ക് കാപ്പി വിളവെടുക്കുന്ന സമയത്ത് കാപ്പി എടുക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും നമുക്കിത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പുല്ലരിയാൻ പോകാൻ പോലും കർഷകർ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ചോളവും വൈക്കോലും അടക്കം പണം കൊടുത്ത് വാങ്ങിയിട്ടാണ് ക്ഷീരകർഷകർ പശുക്കളെ പോറ്റുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കർഷകരുടെ എല്ലാം നാട്ടുകാരുടെ എല്ലാം ഭീതി അകറ്റാൻ ഉള്ള നടപടി വനംവകുപ്പും ബന്ധപ്പെട്ട വകുപ്പുകളും ചെയ്യണം എന്നാണ്. വളരെ കൺമുൻപിൽ വന്നിട്ട് പോലും വെടിവെക്കാൻ ഫോറസ്റ്റ് വകുപ്പ് തയ്യാറായത് വളരെയേറെ പ്രതിഷേധാർഹമാണ്.
നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ട് അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നുള്ളത്. ആദിവാസികളടക്കം കൂലിപ്പണിക്ക് പോകാൻ പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ആ രീതിയിൽ ഞെരുക്കുന്ന ഒരു അവസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. പൊതുജനം കഴുത LS എന്ന പരിപാടിയിലേക്ക് വീണ്ടും മീര LS എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ നിന്ന് 211 കോടി രൂപ കാണാതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ചയുണ്ടോ? കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വരുന്നൊക്കെ മുക്കാറല്ലേ പതിവ് എന്നുള്ളതാണ് സംശയം. അതുമായി ബന്ധപ്പെട്ട് ആ വാർത്ത വന്ന സമയത്തൊക്കെ വാർത്ത നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് പ്രതിക്കൂട്ടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ നമ്മളത് വാർത്തയാക്കിയതാണ്. വാർത്തയൊക്കെ മുക്കുന്ന ഒരു രീതിയില്ല, ആ വാർത്തയും മുക്കിയിട്ടില്ല. നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ആക്രമണശേഷം രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആ ദൃശ്യത്തിൽ നിന്നെടുത്ത ഫോട്ടോഗ്രാഫ് അതുകൂടി ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ പ്രതിക്കായി അന്വേഷണം ഒരു ഭാഗത്ത് ഊർജിതമായി നടക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, എവിടെ വരെ എത്തി പോലീസിന്റെ തിരച്ചിൽ? ശ്രീനാഥ്, ഇപ്പോൾ ഈ കേസിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. പ്രതിയുടെ ഫോട്ടോ ഈ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. പരമാവധി വേഗത്തിൽ ഇയാളിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണത്. മോഷണ ശ്രമമായിരുന്നു നടന്നത് എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മക്കളുടെ മുറിയിൽ, ചെറിയ 2 മക്കളുണ്ട്, ഈ മക്കളുടെ മുറിയിൽ വെച്ചാണ് ഈ സംഘടനമാകെ നടന്നിട്ടുള്ളത്. അവിടെ ഈ പ്രതി കത്തി കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെട്ടു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 1 കോടി രൂപ ഈ പ്രതി ആവശ്യപ്പെട്ടു എന്നതാണ് സൂചന. അതിനിടെയാണ് സെയ്ഫ് അലി ഖാൻ മക്കളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇയാൾക്ക് നേരെ പ്രതി സെയ്ഫ് അലി ഖാന് നേരെ തിരിയുന്നു. പലവട്ടം ഞാഞ്ഞ് കുത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. ആഴത്തിലുള്ള പല മുറിവുകളുണ്ട്. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഇവിടെ നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് പുറകുവശത്തു കൂടിയുള്ള സ്റ്റെയർ കേസ് വഴിയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതേ വഴി തന്നെ ഇയാൾ തിരിഞ്ഞ് ഓടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. 6ാം നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സെയ്ഫ് അലി ഖാൻ്റെ മുറി ഇരിക്കുന്നത് 11ാമത്തെ നിലയിലാണ്. 6ാമത്തെ നിലയിലേക്ക് ഇയാൾ ഓടിയെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. പ്രതിയെക്കുറിച്ചുള്ള ഏതാണ്ട് എല്ലാ വിവരങ്ങളും പോലീസിന്റെ കൈവശമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. അത്തരത്തിലുള്ള സൂചനകളാണ് പോലീസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനി കോഴിക്കോട്ടേക്ക് പോകുന്നു. ഹർഷനെ ഓർക്കുന്നുണ്ടാകും പ്രേക്ഷകർ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന അനുഭവിച്ച വിഷമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. 9 ശസ്ത്രക്രിയകളാണ് ഹർഷിനയുടെ ശരീരത്തിൽ നടത്തിയത്. ഇനിയും ചികിത്സ വേണം. പക്ഷേ തുടർ ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥയാണ്. ഇതുവരെ നഷ്ടപരിഹാരം നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. എന്നാൽ ഹർഷിനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി രംഗത്ത് വന്നു. ഹർഷിന നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു വിമർശനം. അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടും സമരത്തിന് പോയി എന്ന് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം P. സതീദേവിയുടേത് മനുഷ്യത്വമില്ലാത്ത പ്രതികരണം എന്നാണ് ഹർഷിന 24നോട് പ്രതികരിച്ചത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പന്തീരങ്കാവ് സ്വദേശിയായ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പിന്നെ കേരളം കണ്ടത് കുറ്റക്കാരായ ഡോക്ടേഴ്സിനും നഴ്സസിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹർഷിന നടത്തിയ സമര പരമ്പരകൾ. നീതി തേടിയുള്ള ഈ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കുറ്റപ്പെടുത്തൽ. ഞാൻ ആ സ്ത്രീയെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുക്കണം. അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് സൗജന്യ നിയമസഹായമടക്കം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ സമരമൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്ന് അവർക്ക് ഏറെ വൈകിയ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഹർജി കൊടുത്തു എന്ന് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷന്റെ ഇടപെടലിന്റെ ഭാഗമായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭ്യമാക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടും. കോഴിക്കോട് വച്ചാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ ഈ വിമർശനം. വനിതകൾക്ക് താങ്ങാകേണ്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് ഹർഷിനയുടെ ചോദ്യം. അർഹതപ്പെട്ട നീതി ലഭിക്കാത്തതുകൊണ്ടാണ് താൻ തെരുവിലിറങ്ങിയത് എന്നും ഹർഷിന.
നമുക്ക് അർഹതപ്പെട്ട നീതി ഇതുവരെ ലഭിക്കാതെ അതിനുവേണ്ടി തെരുവിൽ വരെ ഇറങ്ങേണ്ടി വന്നിട്ട് പോലും ഇതുവരെ നമുക്ക് അനുകൂലമായിട്ട് ഒരു കാര്യത്തിലും ഒരു സഹായവും ഇല്ലാതെ ചെയ്യാൻ കഴിയാതെ നിന്ന ആ ഒരു അവസരത്തിലാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതാണ് സമരം. അപ്പോൾ ഇത്രയും മനുഷ്യത്വം ഇല്ലാത്ത രൂപത്തിൽ സംസാരിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു വനിത എന്ന നിലക്ക് നമ്മളെ സംരക്ഷിക്കേണ്ട വനിതാ കമ്മീഷൻ തന്നെ നമുക്ക് എതിരെ വന്നിട്ട് സംസാരിക്കുക എന്നറിയുമ്പോൾ ഇവരിവിടെ എവിടെയാണ് രാഷ്ട്രീയം കണ്ടത്? നമ്മൾ അത്രയും 6-7 മാസത്തോളം ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞിട്ട് ആരോഗ്യമന്ത്രി അടക്കം എല്ലാവർക്കും പരാതി കൊടുത്തും അതിന് അന്വേഷണങ്ങൾ വിവിധങ്ങളായ അന്വേഷണങ്ങൾ നടന്നും വ്യക്തമായ തെളിവുകളോടുകൂടി പോലീസ് കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നീതിയും ഹർഷിനൊക്കെ ഉറപ്പാക്കുന്ന ഒരു നീതിയും ഇതുവരെ ഉറപ്പായിട്ടില്ല. എന്നിട്ട് വീണ്ടും വീണ്ടും ഹർഷിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് സമരം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അല്ല അവർ ചെയ്യേണ്ടിയിരുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകാന്നുള്ളത് മാത്രമാണ്. ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കുമെന്ന പി സതീദേവിയുടെ ഉറപ്പിന് ഹർഷിനയുടെ മറുപടി ഇങ്ങനെ. ഇപ്പോൾ 2.5 വർഷമായി നമ്മൾ നിയമസഹായം എന്ന് പറയാൻ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. അന്ന് മുതൽ നമ്മൾ കോടതിയായിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുന്നമംഗലം കോടതിയിൽ വിചാരണ നടക്കേണ്ട ഒരു സമയത്ത് അവർ ഡോക്ടേഴ്സ് നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ അവർ ഹർജി കൊടുത്ത് നമ്മൾ പോലും അറിയാതെ സ്റ്റേ ആയത്. നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്ന ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അവിടെ മൗനം പാലിച്ചു തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ ഇത്രയും വ്യക്തമായ തെളിവുകളുള്ള കേസിൽ ഒരിക്കലും ഒരു സ്റ്റേ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു നിയമസഹായം എവിടെ അവർ തരുന്നത്? നമ്മൾ വരെ വീട്ടിൽ പോയിരിക്കേണ്ടി നമുക്ക് നിയമസഹായം വേണമെന്ന് പറഞ്ഞിട്ട്. കൂടുതൽ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഹർഷിനയുടെ തീരുമാനം. വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയെന്ന് വ്യക്തമാക്കി 2023 മാർച്ച് 29 കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡോക്ടേഴ്സും നഴ്സസും ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. 100 ദിവസത്തോളമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ വെയിലും മഴയുമേറ്റ് ഹർഷിന സമരം ചെയ്തത്. നീതി തേടിയുള്ള ഹർഷിനയുടെ ഈ സമരത്തെ റദ്ദു ചെയ്യുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വനിതകൾക്ക് താങ്ങാകേണ്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്നാണ് ഹർഷിനയുടെ ചോദ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 4 പേർക്ക് വെട്ടേറ്റു. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇത് എന്ത് തർക്കത്തെ തുടർന്നാണ് ഈ ആക്രമണം? വിഷ്ണു, ഉന്മേഷ്, ചേന്നമംഗലം കുന്നംപുറത്താണ് ഈ സംഭവം നടക്കുന്നത്. കിഴക്കുംപുറത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 6 മണിയോടുകൂടിയാണ് സംഭവം. ഒരാൾ, അതായത് ഋതു എന്നയാൾ വീട്ടിലേക്ക് എത്തുകയും ഈ 4 പേരെയും വെട്ടുകയായിരുന്നു. 4 പേരിൽ 3 പേരെ നിലവിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള തർക്കം എന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പരിക്കേറ്റ ആളുകൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടി ഒരുപക്ഷെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും. ഈ പ്രതി വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഋതു വിജയൻ എന്നാണ് ഇയാളുടെ പേര്. നിലവിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വീട്ടിലുണ്ട്. വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. നേരെ, അതായത് പെട്ടെന്ന് ഇയാൾ വീട്ടിലേക്ക് എത്തി വാട്ടത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു എന്നാണ് ഈ നിലവിൽ പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിലെ 4 പേർക്ക് വെട്ടേറ്റത്. ഒരാളെ വെട്ടാൻ വേണ്ടിയാണ് എത്തിയത്. അതിനിടയിൽ മറ്റു ആളുകൾ, ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റു ആളുകൾ തടയാൻ ശ്രമിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അവർക്കും വെട്ടേറ്റതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ 3 പേരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട നിലവിലൊന്നും കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇവരെ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ മറ്റിടത്തേക്ക് മാറ്റും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അയൽവാസികൾ തമ്മിലുള്ള തർക്കമെന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വെട്ട്, കുത്ത്, എന്താണിത്, എങ്ങോട്ടാണ് ഈ പോക്കെന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. വസ്തുകുമാരിയൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ. പാലക്കാട് തുടർച്ചയായ 2ാം ദിവസവും ഭീമൻ ബലൂണെത്തി. വീണ്ടും സാങ്കേതിക തകരാറിൽ കുടുങ്ങിയ ഭീമൻ ബലൂണാണ് സേഫ് ലാൻഡിംഗ് നടത്തിയത്. വടവന്നൂർ വട്ടച്ചിറയിൽ ഉദയൻ എന്ന കർഷകന്റെ പാടത്താണ് ഇന്ന് രാവിലെ ബലൂൺ ഇറങ്ങിയത്. അരമണിക്കൂറിന് ശേഷം കമ്പനി അധികൃതർ എത്തി ബലൂൺ തിരിച്ചു കൊണ്ടുപോയി. രാവിലെ 7:30 വയലിനോട് ചേർന്ന് താമസിക്കുന്ന കവിത ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഭീമൻ ബലൂൺ കണ്ടത്. ഉടൻ അയൽവാസികളെ വിളിച്ചുകൂട്ടി ബലൂണിലുള്ളവരുമായി സംസാരിച്ചു. അപകടമാണെന്നാണ് ആദ്യം കരുതിയത്.
സുരക്ഷിതരായി നിലം തൊട്ടതോടെ ആശ്വാസം. ആദ്യം ഒരു സൗണ്ടാണ് കേട്ടത്. സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പാരഷൂട്ട് ഇങ്ങനെ വരുന്നു കണ്ടപ്പോൾ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് ഇന്ധനം തീർന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അതിൽ നിന്ന് തീയൊക്കെ മുകളിലേക്ക് വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് തോന്നി. കുറച്ച് മാറിപ്പോകും വിചാരിച്ചു. പക്ഷെ തൊട്ട് ഈ വയലിൽ തന്നെ വീണു. ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമാണ് ബലൂണിനുണ്ടായിരുന്നത്. തെല്ലും ആശങ്കയില്ലായിരുന്നു യാത്രക്കാർക്കെന്ന് പ്രദേശവാസികൾ കൗതുകത്തോടെ പറയുന്നു. ഞങ്ങൾ ടെൻഷനിലോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിപ്പോയി ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടി. പക്ഷെ അവർ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അവർ ഹാപ്പി ആയിട്ട് അവർ വണ്ടി വന്നു കയറിപ്പോയി. കർഷകനായ ഉദയന്റെ പാടത്താണ് ബലൂൺ ഇറങ്ങിയത്. അരമണിക്കൂറിന് ശേഷം കമ്പനി അധികൃതരെത്തി ബലൂൺ കൊണ്ടുപോയി. രാവിലെ അത് അതിൻ്റെ ഇവിടെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഇന്ധനം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കൃഷി സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ കയറി പിന്നെ അവർ വേറെ വണ്ടി എടുത്തിട്ട് അവർ പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. പൊള്ളാച്ചിയിൽ നടക്കുന്ന ബലൂൺ ഫെസ്റ്റിന്റെ ഭാഗമായി ബെൽജിയം പറത്തിയ ബലൂണാണിത്. കഴിഞ്ഞ ദിവസം പെരുമാട്ടി കന്യാകുമാരിയിൽ ഗ്യാസ് തീർന്ന ബലൂൺ ഇടിച്ചിറക്കിയിരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 2 ഭീമൻ ബലൂണുകളാണ് പാലക്കാടിന്റെ നെൽവയലുകളിൽ വന്നിറങ്ങിയത്. കൃഷി നശിക്കുമെന്നറിഞ്ഞിട്ടും ഇതിന് അനുമതി നൽകിയ പാലക്കാടൻ കർഷകരുടെ നന്മ കൂടിയാണ് വീണ്ടും ചർച്ചയാകുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പിന്നെ കളമശ്ശേരിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. 2 ആഴ്ചയായി വീടുകളിൽ നിന്ന് കളമശ്ശേരി നഗരസഭ ജൈവമാലിന്യം ശേഖരിക്കുന്നില്ല. കരാറുകാരനും നഗരസഭയും തമ്മിലുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. മാലിന്യത്തിന്റെ മറവിൽ അഴിമതിയേറുമ്പോഴും സുരക്ഷാ സാമഗ്രികൾ ചോദിച്ചതിന്റെ പേരിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭയിൽ. ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് കളമശ്ശേരിയിലെ ജൈവമാലിന്യം. കരാറുകാരനെയാണ് നഗരസഭ പഴിചാരുന്നത്. കരാറുകാരനാകട്ടെ നഗരസഭയെ തിരിച്ചും പഴിചാരുന്നു. ആരോട് പരാതി പറയുമെന്നറിയാത്ത അന്താളിപ്പിലാണ് കളമശ്ശേരിയിലെ ജനം. കളമശ്ശേരി നഗരസഭയിലെ ജൈവമാലിന്യം കൊണ്ടുപോകാനാളില്ലാതെ വീടുകളിലും തെരുവുകളിലും കെട്ടിക്കിടക്കുകയാണ്. കളമശ്ശേരിയിലെ ജൈവമാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാരും നഗരസഭയും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചായി. ഇതേ തുടർന്നാണ് പഴയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരന് വേണ്ടി താൽപ്പര്യപത്രം ക്ഷണിച്ചത്. എന്നാൽ കുറഞ്ഞ തുകയ്ക്ക് പഴയ കരാറുകാരൻ തന്നെ മാലിന്യം നീക്കാൻ വീണ്ടും ടെൻഡർ പിടിച്ചു. ഭരണപക്ഷം എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ മാലിന്യത്തിന്റെ പേരിൽ നടത്തുന്ന അഴിമതിയാണ് ഇപ്പോഴുള്ള മാലിന്യ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതൊരു കളമശ്ശേരിയും കേന്ദ്രീകരിച്ച് ഒരു മാഫിയതാണ് ഇതിൻ്റെ കോണ്ടാക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ വിവരാശങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഈ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു സംവിധാനത്തിലേക്ക് ഒരാളും ഇതുവരെ കയറി ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഈ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോടികൾ വരുന്നതിന് യാതൊരു കണക്കും കളമശ്ശേരി നഗരസഭയിൽ ഇല്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ 100% അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ കണക്കൊന്ന് അവതരിപ്പിച്ചോട്ടെ. മുൻപെടുത്ത മാലിന്യത്തിന്റെ കുടിശ്ശിക തീർക്കാതെ വീണ്ടും മാലിന്യം എടുക്കുകയില്ല എന്നാണ് കരാറുകാരൻ പറയുന്നത്. എന്നാൽ കരാറുകാരൻ കൃത്യമല്ലാത്ത കണക്കുകളാണ് നൽകിയതെന്നും ഇതിന്മേൽ പണം നൽകാനാവില്ല എന്നുമായിരുന്നു നഗരസഭയുടെ പക്ഷം. ഹരിതകർമ്മസേന വീടുകൾ തോറും കയറിയിറങ്ങി ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യം VK സൊല്യൂഷൻസ് 5 രൂപയ്ക്കാണ് നഗരസഭയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. ഈ പൂട്ടിക്കിടക്കുന്ന ഗേറ്റിന് പിന്നിലെ മാലിന്യ സംസ്കരണം ഇങ്ങനെ വൈകുന്നതിന് പിന്നിൽ അഴിമതിയുടെ രാഷ്ട്രീയ ചേരിതിരിവിന്റെ കാണാക്കഥകൾ ഉണ്ടെന്നാണ് ആരോപണം. കളമശ്ശേരി നഗരസഭയിലെ പല വീടുകളുടെയും മുൻപിൽ ഇപ്പോൾ എടുത്തുകൊണ്ടുപോകാൻ ആരും വരാതെ ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ദുർഗന്ധവും മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുമോ എന്ന പേടിയിലാണ് വീട്ടമ്മമാർ. നഗരസഭയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശുചീകരണ തൊഴിലാളികളിൽ ചിലരെ ഈ അടുത്തിടെ പിരിച്ചുവിടുകയുണ്ടായി. സുരക്ഷാ സാമഗ്രികൾ ചോദിച്ചതിന്റെ പേരിലാണ് സ്ഥിരം തൊഴിലാളികളല്ലാത്ത ഇവർക്ക് നേരെയുള്ള നടപടി. ഇതിൻ്റെ ആവശ്യ സാധനങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളെ യാതൊരു രേഖയോ മെമ്മയോ ഒന്നും തരാതെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ഈ പറഞ്ഞ മാതിരി ആവശ്യങ്ങൾ ഇതുപോലത്തെ മാസ്കും ബൂട്ടും ഷൂ ഒന്നും തന്നില്ല. അതേപോലെ ഇൻഷുറൻസ് അതിൽ ഞങ്ങൾക്ക് ഒരു ക്ലെയിമോ ഒരു കാര്യം ഞങ്ങൾക്കില്ല. ബൂട്ട് പറഞ്ഞ് എടുത്ത് തരും. തന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് തിരിച്ച് മേടിച്ചെടുക്കും. അതാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഫോട്ടോ അവരുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ബൂട്ട് നമ്മൾക്ക് തന്നെന്നുള്ള പേര്. ഞങ്ങൾക്ക് ബൂട്ടും ഇല്ല, മാസ്ക് ഇല്ല, സാനിറ്റൈസർ അവിടെ ഒന്നും തരുന്നില്ല. അവിടെ കൃത്യമായ സുരക്ഷാ സാമഗ്രികൾ ചോദിച്ചു എന്നതിന്റെ പേരിൽ ഒരു കൂട്ടം ശുചീകരണ തൊഴിലാളികളെ ജോലിക്ക് കയറ്റാതെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭ. മാലിന്യത്തിൽ മാത്രമല്ല നമ്മുടെ അധികാരികളുടെ മനോഭാവത്തിലും വേണം സംസ്കരണം. മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
കളമശ്ശേരിയിൽ പല വീടുകൾക്ക് മുന്നിലും ഇത്തരത്തിൽ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ്. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ നിലവിൽ കളമശ്ശേരി നഗരസഭ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരമല്ല മുമ്പോട്ട് പോകുന്നത്. ഓരോ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് നഗരസഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഈ വേസ്റ്റ് അവിടെ കൊണ്ടിടാനാ. അപ്പോൾ അത് കൊടുത്തോണ്ട് പോകണം എത്രയും പെട്ടെന്ന് തന്നെ. ഇപ്പോൾ 2 ആഴ്ചയായിട്ടാണ് വേസ്റ്റ് കൊണ്ടുപോകാത്തത്. അതുവരെ എല്ലാ മാസം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെച്ചത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നാമത് നമ്മുടെയൊക്കെ ഇവിടെ സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വേസ്റ്റ് കൊണ്ടുപോകാത്തതുകൊണ്ട്. ഈ 2 ആഴ്ച ഒരു വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലപരിമിതി മൂലം പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. അത് മാത്രമല്ല റോഡിലോട്ട് വേസ്റ്റ് ഇടാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം പട്ടികൾ ശല്യം കാരണം കുഞ്ഞുങ്ങൾ രാവിലെ മദ്രസയിലാണെങ്കിലും സ്കൂളുകളിലും പോകുന്ന കുട്ടികൾക്ക് അതൊരു ഭീഷണിയാവുകയാണ്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക്. ഇപ്പോൾ ആ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുമ്പോഴും പുഴുക്കൾ വന്ന് ആകെ പിന്നെ ഇടാൻ നമുക്ക് സ്മെല്ലും വരുന്ന പ്ലേസും ഇല്ല ഇടാനായിട്ട്. ഇത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കണം. എന്താ എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലേ? സ്ഥലവും ഇല്ല, വീട് വെക്കാനും പറ്റില്ല. പുഴുവാണ് മണം, എന്ത് സ്മെല്ല. ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുറത്തെവിടെയെങ്കിലും കൊണ്ടേ ഇടാൻ പറ്റുമോ? അപ്പോൾ കംപ്ലൈൻറ്റ്. ഇതിൽ നിന്നൊക്കെ രോഗങ്ങൾ വരുമല്ലേ? ഇതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. കളമശ്ശേരി നഗരസഭ അടിയന്തര പരിഹാരം ഉണ്ടാക്കും വിഷയത്തിന് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇടവേളയിലേക്ക് പൊതുജനം കഴിഞ്ഞ ശ്രദ്ധ പരിപാടിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്കാണ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. എറണാകുളം ചേന്ദമംഗലം നേരത്തെ 2 സ്ത്രീകൾക്ക് വെട്ടേറ്റ വാർത്ത നമ്മൾ നൽകിയിരുന്നു. 2 സ്ത്രീകൾ ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. വെട്ടേറ്റ 2 സ്ത്രീകൾ മരിച്ചു എന്നാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇനി കൂരായണത്തിലേക്കാണ്.